അത് നിങ്ങൾക്ക് സ്നേഹമോ സമാധാനമോ പോസിറ്റീവ് എനർജിയോ നൽകുന്നില്ലെങ്കിൽ അതിലേർപ്പെടുന്നത് അങ്ങ് നിർത്തിയേക്കുക. അത്രയും ലളിതം. സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? അത് ഏത് തരത്തിലുള്ള സ്നേഹമാകാം. നമ്മൾ നിരന്തരമായി ഇടപഴകുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹം തന്നെ. അത് മാതൃസ്നേഹമോ പിതൃസ്നേഹമോ സഹോദര സ്നേഹമോ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹമോ ഗുരുശിഷ്യ സ്നേഹമോ കാമുകികാമുകന്മാർക്കിടയിലെ സ്നേഹമോ ഒക്കെ ആകാം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ബഹുമാനിക്കുന്നവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന ഇഷ്ടം, അത് നമുക്ക് സമാധാനത്തെയും ഒപ്പം കൊണ്ടുവരേണ്ടതാണ്. സമാധാനം നൽകേണ്ടതാണ്. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി അവരുടെ ഭാഗത്തു നിന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കണം എന്നവർ ശഠിക്കുന്നത് നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കും. അങ്ങനെയുള്ള ആളുകളുടെ സാമീപ്യം പോലും നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും നൽകുക. അത്തരം ആളുകളുടെ നമ്മളോടുള്ള ഇഷ്ടം അവരുടെ സ്വാർത്ഥ താല്പര്യം നടത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മളൊക്കെ സംശയിച്ചാൽ നമ്മളെ തെറ്റു പറയാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ നിത്യം ഇടപെടുന്ന ഇത്തരത്തിലുള്ള അനേകം ആളുകളെ നമുക്ക് നേരിട്ട് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ലളിതമായി ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇത്തരക്കാരുമായിട്ടുള്ള ബന്ധം നമുക്ക് സ്നേഹവും സമാധാനവും പോസിറ്റീവ് എനർജി ഒന്നും തരുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കിക്കോളൂ. ശുഭദിനം.